everyone, welcome to Accountancy Class of EduPod. എനിക്കറിയാം നിങ്ങളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ അറിയാം. ബട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് വരുമ്പോൾ മിസ്സേ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് വെച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുപോകുക, എന്തൊക്കെ ചെയ്യണം, 2 പ്രാവശ്യമൊക്കെ എടുക്കണം, എവിടാന്നുള്ളതൊക്കെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഒറ്റൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാ അഡ്ജസ്റ്റ്മെന്റും മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈസി ആയിട്ട് എങ്ങനെ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചു തരും. അപ്പൊ നമുക്ക് നേരെ തുടങ്ങാം. ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെന്റ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിൽ വെക്കാം. അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ട്രയൽ ബാലൻസിന്റെ താഴത്ത് കുറച്ച് പോയിന്റ്സ് ആയിട്ടായിരിക്കും തന്നിട്ടുണ്ടാവുക. ആ സാധനങ്ങൾക്കൊക്കെ എന്തുണ്ടാവും, 2 എഫക്റ്റ് ഉണ്ടാവും. അതായത് 2 അക്കൗണ്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാനുണ്ടാവും, ആഡ് ആക്കാനുണ്ടാവും. ഒന്നല്ലെങ്കിൽ ട്രേഡിങ്ങോ ബാലൻസ് ഷീറ്റോ, ഒന്നല്ലെങ്കിൽ PNL ബാലൻസ് ഷീറ്റോ, അങ്ങനെ എന്ത് ചെയ്യാനുണ്ടാവും, നിങ്ങൾക്ക് ആഡ് ആക്കാനുണ്ടാകും. സോ ഓരോ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്നുള്ളത് മിസ് വേഗം പറഞ്ഞുതരാം കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഗുഡ്സ് വാങ്ങിയതൊക്കെ വിറ്റ് പോകണമെന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല അല്ലെ. ചില ഗുഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അവിടെ ബാക്കി ഉണ്ടാവും, വിറ്റ് പോവാതെ ബാക്കി ഉണ്ടാവും. അങ്ങനെ ബാക്കിയുള്ള ഗുഡ്സിന്റെ പേരാണ് എന്ത്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രീറ്റ്മെന്റ് നോക്കിക്കേ, ക്രെഡിറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. അതെന്ത് ചെയ്യും, ഈ ക്ലോസിംഗ് സ്റ്റോക്കിനെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് കൊടുക്കും, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് എഴുതി കൊടുക്കും. രണ്ടാമത്തെ എഫക്റ്റ് എന്താണ്, അസറ്റ് ആണ്. ക്ലോസ് ചെയ്യുന്ന സാധനം നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ അസറ്റ് അല്ലേ. സോ അതെന്ത് ചെയ്യും, ഒന്ന് അസറ്റ് സൈഡിലേക്ക് എഴുതും, ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിൽ, ഒന്ന് ബാലൻസ് ഷീറ്റിൽ. രണ്ടാമത്തേത് എന്താണ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാൾക്ക് സാലറി കൊടുക്കാനുണ്ട്. ഓക്കെ, ആ വർഷം അയാൾക്ക് കൊടുക്കേണ്ട സാലറി എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ഒരാളുണ്ട്, അയാൾക്ക് കൊടുക്കാനുള്ള സാലറി എന്ന് പറയുന്നത് എന്താണ്, 20,000 ഉണ്ട്. ഓക്കെ, ഇത് 2021 ആണെന്ന് വെച്ചോ. എനിക്ക് 2021 20,000 മീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പകരം ഞാൻ 15,000 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ വർഷം 20,000 കൊടുക്കണം, പക്ഷെ ഞാൻ പേ ചെയ്തത് എത്രയാണ്, 15,000 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, 5,000 രൂപ എനിക്ക് കടമായിട്ട് കൊടുക്കാനുണ്ട്. ഈ 5,000ത്തിന്റെ പേരാണ് എന്ത്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഈ 5,000ത്തിന്റെ പേരാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് മനസ്സിലായല്ലോ. ഇനി ഇതിനെങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഈ 2021 വർഷം ഞാൻ എത്ര കൊടുക്കണം, 20,000 കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിൽ, PNL അക്കൗണ്ടിൽ 20,000 എന്ന് പറഞ്ഞിട്ട് തന്നെ വേണം കാണിക്കാൻ, വേണ്ടേ. അവിടെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലെ, ആ വർഷത്തത് ആ വർഷം തന്നെ കാണിക്കണം. അപ്പൊ 20,000 എന്ന് പറഞ്ഞിട്ട് തന്നെ വേണം കാണിക്കാൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ എത്ര കൊടുത്തത്, 15,000 കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ, PNL അക്കൗണ്ടിലേക്ക് ഈ 15,000ത്തിന്റെ കൂടെ എന്ത് ചെയ്യാ, ആഡ് ചെയ്യാ. എന്ത് ആഡ് ചെയ്യാ, ഔട്ട്സ്റ്റാൻഡിംഗ് എത്ര, 5,000 അല്ലെ. അപ്പൊ ഔട്ട്സ്റ്റാൻഡിംഗ് 5,000 ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസിന്റെ ഫസ്റ്റത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്, ആ വർഷത്തെ ഏതാണോ സാലറി ആണോ, സാലറിന്റെ കൂടെ എന്ത് ചെയ്ത് കൊടുക്കുക, PNL ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആഡ് ആക്കാം. ഓക്കെ, ആ വർഷം തന്നെ കാണിക്കുന്നത് കൊണ്ട് ആഡ് ആക്കാം. രണ്ടാമത്തെ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ 5,000 എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, ലയബിലിറ്റി ആണ്, നമുക്ക് കൊടുക്കാനുള്ളതാണ്, ബാധ്യതയാണ്, ലയബിലിറ്റി. ആ 5,000ത്തിന് രണ്ടാമത്തെ എഫക്റ്റ് എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോവുക. ബാലൻസ് ഷീറ്റ്, ട്രേഡിംഗ്, PNL ആഡ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇത് ക്ലിയർ ആണല്ലോ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്താന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഇതിന് നേരെ ഓപ്പോസിറ്റ്. 2021 വർഷം ഓക്കെ, ഞാൻ എൻ്റെ ഒരു എംപ്ലോയി ഉണ്ട്, ആ എംപ്ലോയിക്ക് ഞാൻ എത്ര കൊടുക്കുന്നത്, 20,000 രൂപയാണ് കൊടുക്കുന്നത്. പക്ഷെ ഞാൻ ഈ വർഷം എനിക്ക് കുറച്ച് കൈസുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലസ് ഒരു 2,000 രൂപയും കൂടി എന്ത് ചെയ്തു, കൊടുത്തു. അപ്പൊ ആ വർഷം 2021 ഞാൻ ഇയാൾക്ക് എത്ര രൂപ കൊടുത്തു, 22,000 കൊടുത്തു. അതായത് 20,000 കൊടുക്കേണ്ടി ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പ്രീപെയ്ഡ് ആയിട്ട് 2,000 രൂപ കൊടുത്തു. അപ്പൊ ഈ 2,000 രൂപന്റെ പേരാണ് എന്ത്, പ്രീപെയ്ഡ്, മുൻകൂട്ടി കൊടുക്കുക, പ്രീപെയ്ഡ് അമൗണ്ട്. ഓക്കെ, പ്രീപെയ്ഡ് അമൗണ്ട് എന്ന് പറയും. ഓക്കെ, പക്ഷേ നമ്മുടെ അക്കൗണ്ടൻസിൽ ആ റൂൾ തന്നെ ഇവിടെയും ബാധ്യതാണ്. നമ്മൾ എന്തൊക്കെ കൊടുത്താലും നമുക്ക് ആ വർഷം എന്താണോ കാണിക്കേണ്ടത് അത് മാത്രം കാണിച്ചാൽ മതി. അപ്പൊ ആ വർഷം എത്ര കാണിക്കേണ്ടത്, 20,000 ആണല്ലോ കാണിക്കേണ്ടത്. നമ്മളിപ്പം കൊടുത്ത എത്ര, 22,000. അപ്പൊ എന്ത് ചെയ്യണം, ഈ 20,000ത്തിൽ നിന്നും എന്ത് ചെയ്യണം, 22,000 ആണ് ഇപ്പൊ കൊടുത്തത് അല്ലെ, 22,000 ആണ് നിങ്ങൾ കൊടുത്തത്. അപ്പൊ എന്ത് ചെയ്യണം, ഈ 22,000ത്തിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക, 2,000 മൈനസ് ചെയ്യുക. ഈ 2,000 എന്താണ്, പ്രീപെയ്ഡ്. ഓക്കെ, അപ്പം ആ വർഷം കൊടുത്തത്, എക്സ്ട്രാ കൊടുത്തത് എന്ത് ചെയ്യുക, അതിനൊന്നോട്ട് മൈനസ് ചെയ്യാം. അപ്പൊ പ്രീപെയ്ഡ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഇൻ ദ ട്രേഡിംഗ് PNL അക്കൗണ്ട്. ഓക്കെ, ഇതെന്താണ്, നമ്മൾ നേരത്തെ മുൻകൂട്ടി കൊടുത്തു കഴിഞ്ഞു, ഇനി അത് നമ്മൾ കൊടുക്കണ്ട. അപ്പൊ അതെന്താണ്, നമ്മുടെ അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ വരും. ഓക്കെ, ഇനി അക്രൂഡ് ഇൻകം. അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പണിയെടുത്തു. ഞാനൊരു പെയിന്റിന്റെ പണിക്കാരനാണ്. ഓക്കെ, പെയിന്റിന്റെ പണിക്കാരാണ് ഞാൻ, നല്ല ജോബൊക്കെ എടുത്തു. ഓക്കെ, ജോബ് ഫുൾ എടുത്തു. പക്ഷെ എന്ത് ചെയ്തില്ല, പേയ്മെന്റ് തന്നില്ല. പേയ്മെന്റ് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. അപ്പൊ ആ പേയ്മെന്റിന്റെ 5,000 രൂപ, എനിക്കൊരു 5,000 ഉണ്ടായിരുന്നു. ആ 5,000 എന്ത് ചെയ്തില്ല,
അവർക്ക് ആകെ 3000 തന്നു. എത്ര തന്നു? 3000 തന്നു. 5000 3000 തന്നു. ബാക്കി എത്ര തരാനുണ്ട്? 2000 രൂപ തരാനുണ്ട് അല്ലെ? ബാക്കി എത്ര ഉണ്ട്? 2000 രൂപ തരാനുണ്ട്. ഈ 2000 രൂപക്കാണ് എന്ത് പറയുന്നത്? ഇതാണ് പേ ചെയ്തത് 3000. 2000 രൂപക്കാണ് എന്ത് പറയുന്നത്? എന്താ പറയാ? യെസ് പറയൂ. 2000 രൂപക്കാണ് അക്രൂഡ് ഇൻകം എന്ന് പറയും. അതായത് നമ്മൾ ഇൻകം ഏൺ ചെയ്തു, പക്ഷെ നമുക്ക് അത് കിട്ടിയില്ല. ഇവിടെ അത് ബാധകമാണല്ലോ. ആ വർഷം കിട്ടേണ്ടത് എന്ത് ചെയ്യണം? ആ വർഷം കാണിക്കണം. അപ്പൊ കാണിച്ചു കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതാ ആഡഡ് ടു ദ ഇൻകം. ഇപ്പൊ ജോബിന്റെ സാലറി ആണ്, സാലറിന്റെ കൂടെ അക്രൂഡ് ഇൻകം എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കിട്ടാനുള്ള എല്ലാം എന്താണ്? അസറ്റ് ആണ് അല്ലെ? എനിക്ക് ഇൻകം കിട്ടാനുള്ളതാണ്. അപ്പൊ ആ ഇൻകം എന്താണ്? എന്റെ അസറ്റ് ആണ്. അപ്പൊ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ചെയ്ത് കൊടുക്കാം. അടുത്തത് എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. എനിക്ക് 5000 രൂപ ഞാൻ പണിയെടുക്കുന്നതിന് മുന്നേ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ മുന്നേ പൈസ വന്നു, അതിന്റെ മുന്നേ പൈസ തന്നു. പക്ഷെ ഈ വർഷം കാണിക്കേണ്ടതാണോ അത്? അല്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. ഡിഡക്റ്റ് ചെയ്യണം. എന്താണോ ഐറ്റംസ് അതിന് ഡിഡക്റ്റ് ചെയ്യണം. പിന്നെ അത് കിട്ടിയത് കൊണ്ട്, അത് നേരെ തന്നത് കൊണ്ട്, പണിയെടുക്കുന്നതിന്റെ മുന്നേ അത് എനിക്ക് തന്നു, പണിയെടുക്കുന്നതിന് മുന്നേ എനിക്ക് തന്നു. അഥവാ പിറ്റേ ദിവസം എനിക്ക് പണിയെടുക്കാൻ പറ്റിയില്ലെങ്കിലോ ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കണം അല്ലെ? അതുകൊണ്ട് അത് എന്താണ്? ലയബിലിറ്റി ആണ്. എന്താണത്? ലയബിലിറ്റി ആണ്. ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ മെഷീന്റെ എന്താണ്? അതിന്റെ വാല്യൂ കുറയാ, മെഷീന്റെ വാല്യൂ കുറയാ. സോ ഇപ്പൊ ഡെപ്രിസിയേഷൻ ഒരു 1 lakhന്റെ മെഷീൻ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഒരു 1 lakhന്റെ മെഷീൻ ഉണ്ട്. അതിന് 10% ഡെപ്രിസിയേഷൻ കൊടുത്താൽ എത്ര വരാം? 10000 രൂപ ഡെപ്രിസിയേഷൻ എമൗണ്ട് വരും. 10000 രൂപ എന്ത് വരും? ഡെപ്രിസിയേഷൻ എമൗണ്ട് വരും. ഈ 10000ന്റെ മുകളിലാണ് എന്ത് എഫക്റ്റ് ഉള്ളത്? 2 എഫക്റ്റ് ഉള്ളത്. 10000ന്റെ മുകളിൽ ഇത് എന്തിന്റെ വാല്യൂ ആണ്? മെഷീന്റെ വാല്യൂ ആണ്. ഇതിനെന്താണ്? ഒരു എഫക്റ്റ് ഉള്ളൂ. അത് എവിടെ ഉള്ളത്? ആ ട്രയൽ ബാലൻസിലുള്ളത്. നമ്മൾ അതിൽ നിന്നാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ഡെപ്രിസിയേഷന്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. മെഷീന്റെ മുകളിലാണ് ഡെപ്രിസിയേഷൻ എന്നുണ്ടെങ്കിൽ 1 lakhന്റെ മുകളിൽ എത്രയാണോ പെർസെന്റേജ് വന്നത്, അതായത് 1 lakh into 10/100, ആ ഒരു എമൗണ്ട് കിട്ടുമല്ലോ. ഇവിടെ ഒരു 10,000 കിട്ടിയല്ലോ. ഈ 10,000-നാണ് എന്തുണ്ടാവുക മക്കളെ? 2 എഫക്റ്റ് ഉണ്ടാവുക. ഫസ്റ്റത്തെ എഫക്റ്റ് എന്താ? ഇതിനെ P&L അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആക്കി എഴുതിയാൽ മതി 10,000. കാരണം എന്താ? അത് എക്സ്പെൻസ് ആണ്. ഇവിടെ രണ്ടാമത്തെ എക്സ്പെൻസ് എന്താണ്? ബാലൻസ് ഷീറ്റിൽ നിന്നും മെഷീനറിന്റെ കൂടെ മൈനസ് ചെയ്യുക. ബാലൻസ് ഷീറ്റിൽ നിന്നും ഏതാണോ ഡെപ്രിസിയേറ്റ് ചെയ്യുന്നത് അതിന്റെ കൂടെ മൈനസ് ചെയ്യുക. നോക്കിക്കേ, ഡെബിറ്റ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് ചെയ്യും. ഡിഡക്റ്റഡ് ഫ്രം ദ അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഒന്നും അസറ്റ് ഒന്നും കുറയ്ക്കാം. ഓക്കെ, ഇനി ബാഡ് ഡെപ്റ്റ്. നിങ്ങൾക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പോയിന്റ് ആണ് എന്ത്? ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ബാഡ് ഡെപ്റ്റ് പഠിക്കാൻ നിങ്ങൾ 3-4 സംഗതികൾ ഒന്ന് അറിയണം. ഓക്കെ, സോ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. ഫസ്റ്റത്തെ പോയിന്റ് ബാഡ് ഡെപ്റ്റ് ഉണ്ട്. പിന്നെ ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. എന്താ ഉള്ളത്? ഫർദർ ബാഡ് ഡെപ്റ്റ് ഉണ്ട്. അടുത്തത് നിങ്ങൾ കേട്ടതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അടുത്ത കേട്ടതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 2 ടൈപ്പ് ഉണ്ട്. ഓൾഡ് പ്രൊവിഷനും ഉണ്ട്, ന്യൂ പ്രൊവിഷനും ഉണ്ട്. ഇതൊക്കെ ഏതൊക്കെ ഐറ്റംസ് എന്നുള്ള മിസ് പറയാം. ഞാൻ ഒരു 10,000 രൂപ കുറെ ആൾക്കാർക്ക് കടം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കുറെ ആൾക്കാർക്ക് കടം കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് പൈസ തരാനുള്ളതാണ്. അതിൽ ഹിബ എന്ന് പറഞ്ഞ ഒരാള് എന്ത് ചെയ്യാനുണ്ട്? 5000 രൂപ എനിക്ക് തരാനുണ്ട്. ഓക്കെ, ആ ഹിബ എന്ന് പറഞ്ഞ ഒരാൾ 5000 രൂപ തന്നില്ല എന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം. അതിനാണ് തരൂല എന്നുള്ളത് എനിക്ക് ഓൾറെഡി അറിയാം. അതിനാണ് ഞാൻ എന്ത് പറയുന്നത്? ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ ഫർദർ ബാഡ് ഡെപ്റ്റ്? ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാർക്ക് ഞാൻ കടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹിബ എന്ന് പറഞ്ഞൊരു 5000 തന്ന ഒരാൾ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാക്കി ഞാൻ ബാഡ് ഡെപ്റ്റ് ആക്കി. അതേപോലെ തന്നെ തെസ്നി എന്ന് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്യാനുണ്ട്? എനിക്ക് ഒരു എമൗണ്ട് തരാനുണ്ട്. ഓക്കെ, തെസ്നി എന്ന് പറഞ്ഞ ഒരാൾ 10,000 രൂപ എന്ത് ചെയ്യാനുണ്ട്? എനിക്ക് ഇങ്ങോട്ട് തരാനുണ്ട്. പക്ഷെ അയാളും എന്ത് ചെയ്തില്ല? തന്നില്ല. അപ്പൊ ഈ 5000ന്റെ കൂടെ അടുത്തൊരു 10,000 കൂടി എനിക്ക് എന്തായി? ബാഡ് ഡെപ്റ്റ് ആയി. അതിനെയാണ് എന്ത്? ഫർദർ ബാഡ് ഡെപ്റ്റ്. ഒരു ബാഡ് ഡെപ്റ്റ് ഉള്ള ഇരിക്കെ അതിന്റെ കൂടെ വേറൊരു ബാഡ് ഡെപ്റ്റും കൂടി വരാം. അതിനാണ് എന്ത് പറയുന്നത്? ഫർദർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഒരു 5000 പോയിട്ടുണ്ട്, അവിടെ ഒരു 10,000 പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? വീണ്ടും ഇതേപോലത്തെ ആൾക്കാർ വരാം. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യണം? ഒന്ന് റിസർവ് ചെയ്ത് പ്രൊവിഷൻ മാറ്റി വെക്കണം. അതായത് കുറച്ച് എമൗണ്ട് പ്രോഫിറ്റിൽ നിന്നൊന്ന് മാറ്റി വെക്കണം, ഒന്ന് സേഫ് ആവാൻ വേണ്ടിയിട്ട്. അതിനാണ് എന്ത് പറയാ? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയാം. ഇതിന് ഞാൻ എന്തിനാണ് ഓൾഡ് ന്യൂ എന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്? ഓൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രയൽ ബാലൻസിലുള്ള പ്രൊവിഷൻ. ട്രയൽ ബാലൻസിലാണ് പ്രൊവിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഓൾഡ് പ്രൊവിഷൻ. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റിലാണ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? ന്യൂ പ്രൊവിഷൻ. അഡ്ജസ്റ്റ്മെന്റിലാണെങ്കിൽ അതിന്റെ പേരാണ് എന്ത്? ന്യൂ പ്രൊവിഷൻ എന്ന്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഈ ഫർദർ ബാഡ് ഡെപ്റ്റ് നമുക്ക് എവിടെ വരാം? ട്രയൽ ബാലൻസിൽ വരും.
ഓക്കെ. ഈ ഓൾഡ് ബാഡ് ഡെപ്റ്റും ട്രയൽ ബാലൻസിൽ വരും. ഈ ഫർദർ ബാഡ് ഡെപ്റ്റ് എവിടെ വരിക? അഡ്ജസ്റ്റ്മെന്റിലാണ് വരിക. പ്രൊവിഷൻസും അഡ്ജസ്റ്റ്മെന്റിലാണ് വരിക. പ്രൊവിഷനിൽ വന്ന അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ എന്താണത്? ന്യൂ പ്രൊവിഷൻ ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ട്രയൽ ബാലൻസിലുള്ള ഐറ്റത്തിനൊക്കെ എത്ര എഫക്ട് ഉണ്ടാവുള്ളൂ? ഒറ്റ എഫക്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പം ഈ ഒരു ബാഡ് ഡെപ്റ്റിനും ഈ ഓൾഡ് പ്രൊവിഷനും എത്ര എഫക്റ്റ് ഉണ്ടാവുക? ഒറ്റ എഫക്റ്റ്. ബാക്കി മൂന്ന് ഐറ്റത്തിനും എന്താണ്? മൂന്ന് ഐറ്റം അല്ല, 2 ഐറ്റം, ഫർദർ ബാഡ് ഡെപ്റ്റും ന്യൂ പ്രൊവിഷൻസും, അതിന് എന്താ ഉണ്ടാവുക? എത്ര എഫക്റ്റ് ഉണ്ടാവുക? 2 എഫക്റ്റ് ഉണ്ടാകും. ഓക്കെ. അപ്പൊ 2 എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് P&L-ഉം ഒന്ന് എവിടെ ഉണ്ടാവുക? ബാലൻസ് ഷീറ്റിലും. ഒന്ന് ബാലൻസ് ഷീറ്റിലും. P&L നമ്മൾ ഏതിന്റെ മുകളിലാണ് ചെയ്യേണ്ടത്? ബാഡ് ഡെപ്റ്റിന്റെ മുകളിലാണ് നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ചെയ്യേണ്ടത്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഡെപ്റ്റേഴ്സിന്റെ മുകളിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ P&L ആണ് ഈ ബാഡ് ഡെപ്റ്റും ഓൾഡ് പ്രൊവിഷനും ഒക്കെ എക്സ്പെൻസ് എന്നുള്ള രീതിക്ക് എഴുതാം. മറ്റേത് അഡ്ജസ്റ്റ്മെന്റ് ആണ്, 2 എഫക്റ്റ് ഉണ്ടാകും. ഒന്ന് P&L-ഉം ഓതും, ഒന്ന് ബാലൻസ് ഷീറ്റിലും എഴുതും. ഒന്ന് നോക്കിക്കേ. ബാഡ് ഡെപ്റ്റിന്റെ കൂടെ എങ്ങനെ ട്രീറ്റ്മെന്റ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിൽ ബാഡ് ഡെപ്റ്റിന്റെ കൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ്, അതായത് ഒന്നും കൂടി വന്ന ബാഡ് ഡെപ്റ്റ്, അപ്പൊ നമ്മൾ ആഡ് ആക്കണമല്ലോ, ബാഡ് ഡെപ്റ്റ് കൂടി, ഫർദർ ബാഡ് ഡെപ്റ്റ്. പിന്നെ എന്ത് ചെയ്യാണ്? പുതിയ പ്രൊവിഷൻ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ അതെന്ത് ചെയ്യുക? ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി പുതിയ പ്രൊവിഷൻ ഉണ്ടാക്കിയത് കൊണ്ട് പഴയ പ്രൊവിഷന്റെ അവിടെ ആവശ്യമില്ലല്ലോ, നമുക്ക് അത് ഒഴിവാക്കിക്കൂടെ? അപ്പൊ അതെന്ത് ചെയ്യുക? അത് ആഡ് ചെയ്തതിന് ശേഷം ലെസ് ഓൾഡ് പ്രൊവിഷൻ ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന എമൗണ്ടുകളാണ് പുറത്തേക്ക് എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഇതാണ് P&L അക്കൗണ്ടിലെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോഴോ ഡെപ്റ്റേഴ്സ് ഉണ്ടാവും അല്ലെ. ഈ ഡെപ്റ്റേഴ്സ് നമ്മൾക്ക് കടം കൊടുത്ത ആൾക്കാർക്കാണല്ലോ നമ്മളെ മുകളിൽ ബാഡ് ഡെപ്റ്റ് വരുന്നത്. അപ്പൊ ഈ ഡെപ്റ്റേഴ്സിൽ നിന്നും എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഇതൊക്കെ കുറഞ്ഞു പോകുന്ന സാധനമാണ്. അപ്പം ഫർദർ ബാഡ് ഡെപ്റ്റ് കുറയ്ക്കുക, ന്യൂ പ്രൊവിഷൻ കൊടുക്കുക. ശ്രദ്ധിച്ചല്ലോ, ഇവിടെ ബാഡ് ഡെപ്റ്റ് ഞാൻ എടുത്തിട്ടില്ല, ഓൾഡ് പ്രൊവിഷൻ എവിടേക്ക് എടുത്തിട്ടില്ല? ബാലൻസ് ഷീറ്റിലേക്ക് എടുത്തിട്ടില്ല. ആകെ ഫർദർ ബാഡ് ഡെപ്റ്റ് ന്യൂ പ്രൊവിഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് അഡ്ജസ്റ്റ്മെന്റിൽ വരുന്നത് കൊണ്ട് ലെസ് ഫർദർ ബാഡ് ഡെപ്റ്റ്, ലെസ് ന്യൂ പ്രൊവിഷൻസ്. ഓക്കെ. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് കഴിഞ്ഞിട്ടുണ്ട്, അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുക. അതായത് ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരാൾക്ക് കൊടുക്കുകയാണ്. അതെന്താണത്? എക്സ്പെൻസ് ആണ്. ഇൻട്രസ്റ്റ് എന്താണ്? എക്സ്പെൻസ് ആണ്. വേറാസ് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യാണ്? ക്യാപിറ്റലിലേക്ക് കിട്ടുകയാണ്. അപ്പൊ ക്യാപിറ്റലിന് എന്ത് ചെയ്ത് കൊടുക്കണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്ന് P&L എക്സ്പെൻസ്, ഒന്ന് എന്താണ്? ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ക്ലിയർ ആണല്ലോ? എല്ലാ അഡ്ജസ്റ്റ്മെന്റും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ഈ ഓരോ അഡ്ജസ്റ്റ്മെന്റ് വെച്ചിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓരോ അഡ്ജസ്റ്റ്മെന്റ് വൈസിൽ എന്ത് ചെയ്ത് കൊടുക്കുക? ചെയ്ത് ആൻസേഴ്സ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ ഓൾ ഓഫ് യു താങ്ക് യു സോ മച്ച്. നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ബൈ.